أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا استعينوا بالصبر والصلاة إن الله مع الصابرين. ولا تقولوا لمن يقتل في سبيل الله أموات بل أحياء ولكن لا تشعرون. ولنبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. أولئك عليهم صلوات من ربهم ورحمة وأولئك هم المهتدون. വിശ്വാസികളെ, നിങ്ങൾ സഹനത്തിലൂടെയും നമസ്കാരത്തിലൂടെയും സഹായം തേടുവിൻ. ക്ഷമിക്കുന്നവരോടൊപ്പം അള്ളാഹു ഉണ്ട്. ദൈവിക മാർഗത്തിൽ വധിക്കപ്പെടുന്നവരെ മരിച്ചവർ എന്ന് പറയാതിരിക്കുക. അല്ല, അവർ ജീവിച്ചിരിക്കുന്നവർ തന്നെയാകുന്നു. പക്ഷേ അവരുടെ ജീവിതം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നില്ലെന്ന് മാത്രം. ഭയാശങ്കകൾ, ക്ഷാമം, ജീവനാശം, ധനനഷ്ടം, വിളനാശം എന്നിവയിലൂടെ നാം നിങ്ങളെ തീർച്ചയായും പരീക്ഷിക്കുന്നതാണ്. ഈ സന്ദർഭങ്ങളിൽ ക്ഷമ അവലംബിക്കുകയും ഏതാപത്ത് ബാധിക്കുമ്പോഴും ഞങ്ങൾ അള്ളാഹുവിൻ്റെതാണല്ലോ, അവനിലേക്കല്ലോ ഞങ്ങൾ മടങ്ങേണ്ടതും എന്ന് പറയുകയും ചെയ്യുന്നവരെ സുവാർത്ത അറിയിച്ചു കൊള്ളുക. അവർക്ക് തങ്ങളുടെ റബ്ബിങ്കൽ നിന്ന് വലുതായ അനുഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും. അവന്റെ കാരുണ്യം അവർക്ക് തണലേകുകയും ചെയ്യും. ഇത്തരം ആളുകൾ തന്നെയാകുന്നു സന്മാർഗം പ്രാപിച്ചവർ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കരുണാവാരിധിയായ റബ്ബ് നമ്മുടെ കൂടിയിരുത്തം ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. പരലോകത്ത് കർമ്മങ്ങൾ തൂക്കപ്പെടുമ്പോൾ നന്മയുടെ തട്ടിൽ കനം തൂങ്ങുന്ന സമയമായി അല്ലെങ്കിൽ കർമ്മമായി അള്ളാഹു ഇതിനെ സ്വീകരിക്കുമാറാകട്ടെ. സൂറത്തുൽ ബഖറയിലെ 152 ആയത്താണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. 153 മുതലാണ് ഇന്നത്തെ ക്ലാസ്. 152 വരെ നമ്മൾ ഇന്ന് വേറെ ഒരു വിഷയത്തിലേക്ക് കടക്കുകയാണ്. അതായത് 152 വരെ നമ്മൾ ജൂതന്മാര്, ക്രൈസ്തവരുടെ അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി, അവസാനമായി പറഞ്ഞത് അവര് കിബില മാറ്റത്തെ കുറിച്ച്. അപ്പൊ അത്രയും കാലം പ്രവാചകൻ നമ്മുടെ കൂടെ ഉണ്ടെന്ന് അവർ വിചാരിച്ചു. കാരണം കിബില ഏതായിരുന്നു? ബൈത്തുൽ മുഖദ്ദിസ് ആയിരുന്നു. മദീനയിലേക്ക് മാറി 1.5 വർഷമായപ്പോൾ പ്രവാചകൻ കിബില കഅബയിൽ നിന്നും ബൈത്തുൽ മുഖദ്ദിസിലേക്ക് മാറ്റി, അതായത് മസ്ജിദുൽ അഖ്സയിലേക്ക് മാറ്റി. അപ്പൊ ആ സമയത്ത് അവർക്ക് നമസ്കാരവും കാര്യങ്ങളും പുതിയ കുറെ കാര്യങ്ങൾ പ്രവാചകൻ പറയുന്നുണ്ടെങ്കിലും അടിസ്ഥാനപരമായി കിബില ഒന്നായതുകൊണ്ട്, അവരുടെയും നമ്മുടെയും മസ്ജിദുൽ അഖ്സ ആയതുകൊണ്ട് അവർക്ക് വലിയ വിമർശനങ്ങൾ പ്രവാചകനെതിരെ ഉണ്ടായിരുന്നില്ല. കാരണം അടിസ്ഥാനം ഒന്നാണല്ലോ. കിബില ഒന്നായതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ബേസ് ഒന്നാണ്. പിന്നെയുള്ള നമസ്കാരവും കാര്യങ്ങളൊക്കെ ഇദ്ദേഹം പറയുന്നത് പ്രവാചകനായിട്ട് മുഹമ്മദ് നബിയായിട്ട് ഉണ്ടാക്കിയതാണ് എന്നുള്ള തരത്തിൽ അവർ സമാധാനിച്ചിരുന്നു. ഇപ്പൊ എന്താന്ന് വെച്ചാല് കിബില മാറി വീണ്ടും കഅബയിലേക്കായി. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, വീണ്ടും കഅബയിലേക്ക് മാറ്റിയപ്പോ അവർക്കത് വല്ലാതെ അരിശം കൊണ്ടു. കാരണം അടിസ്ഥാനം തന്നെ അവർ മാറ്റിക്കളഞ്ഞു. ഇനി കഅബയിലേക്കാണ് കിബില അവർ തിരിച്ചിരിക്കുന്നത്. ഇവർക്ക് എന്താണ് പറ്റി? സാധാരണക്കാരൊക്കെ ശരിക്കും അവരുടെ വാക്കുകൾ കൊണ്ട് സ്വാധീനിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് ഈ മുഹമ്മദ് നബി നമസ്കാരമൊക്കെ ഉണ്ടാക്കിയതാണ്. അടിസ്ഥാനപരമായിട്ട് ജൂത ക്രൈസ്തവ മതം തന്നെയാണ് പ്രവാചകന്റെ മതവും. അതുകൊണ്ട് അങ്ങനെയുള്ള സാധാരണക്കാര് വരെ അതിന് സ്വാധീനിക്കപ്പെട്ടു നിൽക്കുന്ന ഒരു സമയത്താണ് ഇങ്ങനെ കിബില മാറ്റിയത്. കിബില മാറ്റിയതോടുകൂടി ഒരുപാട് കാര്യങ്ങൾ അള്ളാഹ് അങ്ങനെ കിബില മാറ്റുക എന്നുള്ളതിനോട് വെറും ഒരു ഭൗതികമായ ഒരു ബിൽഡിംഗിൽ നിന്ന് വേറെ ബിൽഡിങ്ങിലേക്ക് മാറ്റുക എന്നുള്ളതല്ല.
അതിലൂടെ അള്ളാഹിന്റെ ആ ഒരു തീരുമാനം അല്ലെങ്കിൽ ആ ഒരു വഹിയിലൂടെ അല്ലെങ്കിൽ ആ ഒരു നിർദ്ദേശത്തോടു കൂടി ഒരുപാട് യുക്തി അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അള്ള അതിലൂടെ മാറ്റുകയാണ് അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാണ്. അതായത് മുസ്ലിം ഉമ്മത്തിനെ ആ ഒരു ജൂത ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് ഈ സമൂഹത്തിന്റെ നേതൃത്വം തന്നെ ഈ മുസ്ലിം ഉമ്മത്തിലേക്ക് മാറ്റി, കഅബയിലേക്ക് മാറ്റി എന്ന് ഉള്ള ഒരു സൂചന അതിലുണ്ടെന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. അതുപോലെ തന്നെ ശരിയായ ഇസ്ലാമിക മാതൃക എന്ന് പറയുന്ന നമ്മുടെ പിതാവായ പൂർവ്വപിതാവായ ഇബ്രാഹിം നബിയുടെ മില്ലത്ത് തന്നെയാണ് എല്ലാവരുടെയും ബേസ്. അതിലേക്ക് തിരിയണം. കഅബ പണിത് ഉയർത്തിയ ഇസ്മായിൽ ഇബ്രാഹിം നബി അവരുടെ കാലടിപ്പാടുകൾ തന്നെയാണ് ഈ ഉമ്മത്ത്, പുതിയ ഈ ഉമ്മത്തും അല്ലെങ്കിൽ ഈ പ്രവാചകൻ കൂട്ടരും പിന്തുടരേണ്ടത് എന്നുള്ള നിർദ്ദേശം. അപ്പൊ ജൂത ക്രൈസ്തവ വിഭാഗങ്ങൾ പിന്നീട് ഒരുപാട് അതിൽ നിന്ന് വ്യതിചലിച്ചു പോയി. അപ്പൊ ഇവര് പറയുന്നതല്ല യഥാർത്ഥ മതം. യഥാർത്ഥ മതം ഇതിന്റെ ഒക്കെ ബാക്കിലുള്ള ഇബ്രാഹിം നബിയുടെ ആ ഒരു പിതാവായ ഇബ്രാഹിം നബിയുടെ മില്ലത്താണ് എന്നുള്ളതിലേക്ക് തിരിച്ചു പോവാണ്. അപ്പൊ ഇനി ഈ ഒരു ഇന്നത്തെ ആയത്തും ക്ലാസ് മുതല് എന്താണ് പറയുന്നത് വെച്ചാൽ, ഉമ്മത്ത് നേതൃത്വ പദവി മാറ്റി, മാറ്റി. ആരിൽ നിന്ന്? ജൂത ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് മുസ്ലിം ഉമ്മത്തിലേക്ക് മാറ്റിയപ്പോ ഇനിയുള്ള ആയത്തുകളിൽ അള്ളാഹു ഈ ഉമ്മത്തിനുള്ള നിർദ്ദേശം കൊടുക്കുകയാണ്. നിങ്ങളിലേക്ക് നേതൃപദവി വന്നിരിക്കുന്നു, ഇനി നിങ്ങൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് ശരിക്കും ഇതിന് പറയുന്നത്. ഇത് വളരെ നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ അള്ള നമ്മളെ എങ്ങനെ ആവണമെന്ന് ആഗ്രഹിക്കുന്ന ആയത്തുകളാണ്. ഒരു മുസ്ലിം സത്യവിശ്വാസിയായ ഒരു മനുഷ്യൻ, അവന് അള്ളാഹു നേതൃത്വ പദവി ഏൽപ്പിച്ചു. ഇനി എന്തൊക്കെയാണ് നേരിടാൻ പോകുന്നത്, എങ്ങനെയൊക്കെ തരണം ചെയ്യണം എന്നുള്ളത് ശരിക്ക് വ്യക്തമായി അള്ളാഹ് ഇനി പറയാൻ പോണം. കാരണം ഇനിയുള്ള വരാനിരിക്കുന്ന അന്ന് കിബിലമാറ്റത്തിന്റെ സമയത്ത് ഉള്ള ഒരു സന്ദർഭം നമ്മൾ നോക്കുകയാണെങ്കിൽ, ഖുറൈശികള് മക്കയിലുണ്ട്, മദീനയിൽ കുറെ ജൂത ക്രൈസ്തവ വിഭാഗങ്ങളുണ്ട്. അതിന്റെ ഇടയ്ക്ക് കിബില മാറി. ഇനി ഒരുപാട് വിഷയങ്ങൾ ഇവർക്ക് വരികയാണ്. ബദർ യുദ്ധം മുതൽ ഉഹുദ് യുദ്ധം മുതൽ യുദ്ധങ്ങളുടെ ഒരു പരമ്പര തന്നെ വരാൻ പോവുകയാണെന്ന് ആർക്കറിയായിരുന്നു? അള്ളാഹ്ക്കറിയായിരുന്നു. അപ്പൊ അള്ളാഹ്ക്കറിയാം ഇനി എന്തൊക്കെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളുമാണ് ഇവർക്ക് തരണം ചെയ്യാനുള്ളത് എന്നുള്ളത് അള്ളാഹ്ക്ക് അറിയുന്നത് കൊണ്ട് തന്നെ ഇനിയുള്ള നിർദ്ദേശങ്ങൾ മുഴുവൻ ആ ഒരു തരത്തിലുള്ള എങ്ങനെ ആയിരിക്കണം എന്നുള്ള തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് ഇനിയുള്ള ആയത്തുകൾ പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനു. ഇനിയിപ്പോ വിശ്വാസികൾ വിളിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. മനസ്സിലായില്ലേ? ആയത്തിന്റെ ഒരു ടേണിംഗ് പോയിന്റ്. അതായത് നമ്മളിനി വേറെ വിശ്വാസികളിലേക്ക് തിരിയണം. യാ അയ്യുഹല്ലദീന ആമനു, ഒന്നാമത്തെ ആയത്ത്. യാ അയ്യുഹല്ലദീന ആമനു ഇസ്തഈനു ബിസ്സബ്രി വസ്സലാഹ് ഇന്നല്ലാഹ മഅസ്സാബിരീൻ. വിശ്വാസികളെ, നിങ്ങൾ സഹനത്തിലൂടെയും നമസ്കാരത്തിലൂടെയും സഹായം തേടുവിൻ, ക്ഷമിക്കുന്നവരോടൊപ്പം അള്ളാഹു ഉണ്ട്. ഈ ആയത്ത് നമ്മൾ ഒരുപാട് ക്ലാസ്സുകളിലൊക്കെ സ്ഥിരമായിട്ട് പറയുന്ന ആയത്തുകളാണ്. ഇന്ന് ഓതിയ 4 ആയത്തുകൾ കേട്ടോ. ഇന്നത്തെ 153 മുതൽ 157 വരെയുള്ള 5 ആയത്തുകൾ. ആ 5 ആയത്തുകൾ വളരെ പ്രധാനപ്പെട്ട, ഖുർആനിന്റെ വളരെ പ്രധാനപ്പെട്ട ആയത്തുകളാണ്. വിശ്വാസികൾക്ക് പരീക്ഷണങ്ങളൊക്കെ വരുമ്പോൾ എങ്ങനെ ആയിരിക്കണം എന്ന് പല പല ക്ലാസ്സുകളിൽ എടുത്തെടുത്ത് പറയുന്ന ആയത്തുകളാണിത്. പ്രത്യേകിച്ച് 155 ആയത്തൊക്കെ വല്ല നബുലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫി എന്നൊക്കെ ഉള്ള. അപ്പൊ ഇതൊരു കുറച്ച് വിശദീകരണ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാനുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു, ഇവിടെ അർത്ഥം നോക്കൂ. അതിന്റെ വാക്കർത്ഥം യാ അയ്യുഹ, അല്ലദീന ആമനു, വിശ്വസിച്ചവരെ. ആമനു എന്ന് പറഞ്ഞാൽ അവർ വിശ്വസിച്ചു എന്നാണ്. വാക്കർത്ഥം പറയുകയാണെങ്കിൽ ആമനു എന്ന് പറഞ്ഞാൽ അവർ വിശ്വസിച്ചു. അപ്പൊ അല്ലദീന ആമനു എന്ന് പറയുന്ന വിശ്വസിച്ച ആ കൂട്ടരെ. യാ അയ്യുഹ എന്ന് പറഞ്ഞ ഒരാൾ വിളിക്കുമ്പോ പറയുന്നതാണ്, എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ വിശ്വസിച്ചവരെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇസ്തഈനു, നിങ്ങൾ സഹായം തേടുക. ആന എന്നുള്ള വാക്കാണ് ഇസ്തഈനു എന്ന് വരുന്നത്. ആന എന്നുള്ള സഹായം തേടി. സൂറത്തുൽ കഹ്ഫിലൊക്കെ ഉണ്ട്, അഈനൂനി ബിഖുവ്വത്തിൻ അജ്അൽ ബൈനക്കും വബൈനഹും സദ്ദ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു അവസാന ഭാഗത്ത് പറയുന്ന ഒരു ആയത്തുണ്ട്. അപ്പൊ അതുപോലെ സഹായിക്കൂ എന്ന് പറയുന്നു. നിങ്ങൾ സഹായം തേടുക. ഇത് സൂറത്തുൽ ഫാത്തിഹയിലുണ്ടല്ലോ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നസ്തഈൻ എന്ന് പറഞ്ഞാൽ എന്താ? ഞങ്ങൾ സഹായം തേടുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്നാണ്. അപ്പൊ ആ വാക്ക് തന്നെയാണ് ഇസ്തഈനു. നൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സഹായം തേടുക, ഒരു കൂട്ടരോടാണ് അല്ലാഹ് കൽപ്പിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ട് സഹായം തേടണം? എങ്ങനെയാണ് നിങ്ങൾ അള്ളാഹിനോട് സഹായം തേടുന്നത്? നിങ്ങൾ എങ്ങനെയാ തേടുന്നത്? ബി സബർ, ക്ഷമ കൊണ്ട്. ബി കൊണ്ട്, സബർ ക്ഷമ കൊണ്ട് സഹായം തേടുക.
വ ആൻഡ് അസ്സലാ, നമസ്കാരം കൊണ്ടും നിങ്ങൾ സഹായം തേടുക. നമസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും നിങ്ങൾ സഹായം തേടുക. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, മഅ, കൂടെയാണ്, അസ്സാബിരീൻ, സ്വാബിരീങ്ങൾ. സാബിർ എന്നതിന്റെ പ്ലൂരലാണ് സാബിരീൻ, ക്ഷമാലിക്കളുടെ കൂടെയാണ്. മഅ എന്ന് പറഞ്ഞാൽ കൂടെ. ഫിയായുല്ലദീന, അല്ലാഹു വിശ്വാസികളെ കുറിച്ച് പറയുന്ന കാര്യം എന്താണ്? ഇസ്തഈനൂ ബിസ്സബ്രി വസ്സലാ, നമസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും സഹായം തേടുകയും. തീർച്ചയായും അള്ളാഹ് ആരുടെ കൂടെയാണ്? സാബിരീങ്ങളുടെ കൂടെയാണ്. ഇതിൽ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നേതൃപദവിയിൽ അവരോധിച്ച ശേഷം ഈ സമുദായത്തിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ അത് നൽകുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, നേതൃത്വത്തിലേക്ക് കൊടുത്ത ശേഷം നിർദ്ദേശങ്ങളാണ്. എന്നാൽ ആദ്യമായി ഒരു കാര്യം അവർ ഉണർത്തുന്നു. നേതൃത്വം എന്നാൽ നിങ്ങൾക്ക് കിടന്നുറങ്ങാനുള്ള പൂമെത്തയല്ല, ഗുരുതരവും അതിപ്രധാനവുമായ ഒരു സേവനമാണ് നിങ്ങൾക്ക് നിറവേറ്റാനുള്ളത്. ആ ഭാരിച്ച ബാധ്യത ഏറ്റെടുക്കുന്നതോടെ നാനാതരം ആപത്തുകൾ നിങ്ങളുടെ മേൽ വർഷിച്ചു തുടങ്ങും. കഠോരമായ പരീക്ഷണങ്ങൾക്ക് നിങ്ങൾ വിധേയരാകും. പലതരം കഷ്ടനഷ്ടങ്ങൾ സഹിക്കേണ്ടി വരും. ക്ഷമയോടും ദൃഢചിത്തതയോടും അത്തരം പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ മുന്നേറിയാൽ മാത്രമേ അവന്റെ അനുഗ്രഹ കടാക്ഷം നിങ്ങളുടെ മേൽ വർഷിക്കുകയുള്ളൂ. അതായത് ഇതിൽ പറയുന്ന ഒരു നേതൃത്വ പദവി എന്ന് പറയുന്നത് വലിയ ഉത്തരവാദിത്തമാണ്, അല്ലെ? ഇപ്പൊ ഏതൊരു കാര്യം, ഇപ്പൊ ഒരു ജോലിയുടെ കാര്യത്തിലാണ്, ഇപ്പൊ നമ്മുടെ കമ്പനിയിൽ ജോലി ചെയ്യാണ്, ഒരു സ്കൂളിൽ ടീച്ചർ ആണെങ്കിൽ നമ്മളെ ഒരു ഉത്തരവാദിത്വം, ഒരു ക്ലാസ്സിന്റെ ഉത്തരവാദിത്വം, റെസ്പോൺസിബിലിറ്റി നമ്മളെ ഏൽപ്പിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. പിന്നെ ആ കുട്ടികളുടെ ഉത്തരവാദിത്വം നമ്മളെ മേലാണ്. അപ്പൊ അതിന് ഒരുപാട് കാര്യങ്ങൾ, പ്രയാസങ്ങളും ക്ഷമയൊക്കെ വേണ്ടി വരും. അതുപോലെ എന്ത് ഉത്തരവാദിത്തം ആയിക്കോട്ടെ, അത് നമ്മളിലേക്ക് വരുമ്പോൾ നമ്മളൊരു വേറൊരു ലെവലിലേക്ക് പിന്നെ പോണം. അത് കാരണം നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കേണ്ടി വരും ആ ഒരു പദവി ഏറ്റെടുത്തതിന്റെ പേരിൽ. അപ്പൊ അള്ളാഹ് തന്നെ ഇവിടെ നമ്മളെ ഏൽപ്പിക്കുകയാണ് മുസ്ലിം ഉമ്മത്തിൽ, ഇനി നിങ്ങളാണ് നേതൃത്വത്തിലേക്കുള്ളത്. അപ്പൊ ഇനി ഇങ്ങനെ നേതൃത്വത്തിലേക്ക് വരുമ്പോ നിങ്ങൾ വിചാരിക്കുന്ന പോലെ സുഖമായി കിടന്നിറക്കുന്ന മെത്തയല്ല, ഇതൊരു പരീക്ഷണമോ അല്ലെങ്കിൽ പ്രയാസമായ ഒരു സാധനമാണ് നിങ്ങൾക്ക് ഇനി വരാൻ പോണത് എന്നപ്പോ പറയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? യാ അയ്യുഹൽ വിശ്വസികളെ, നിങ്ങൾ ക്ഷമ കൊണ്ടും നിസ്കരിച്ചുകൊണ്ടുമാണ്. അങ്ങനെയൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. കാരണം നേതൃത്വമാണ് നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അത്തരം പ്രയാസങ്ങൾ വരുമ്പോ എന്ത് ചെയ്യണം എന്ന് കൂടി പറഞ്ഞു തരാണ്. നമസ്കരിച്ചുകൊണ്ട് ക്ഷമിച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹിന്റെ സഹായം തേടിക്കൊണ്ട് മുന്നോട്ട് പോവാം. അപ്പൊ അള്ളാഹിന്റെ സഹായം ഉണ്ടാകുമ്പോഴേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പൊ ഇവിടെ പറയുന്നത്, ഈ ഭാരിച്ച, അതായത് നേതൃത്വ പദവിയിൽ മനുഷ്യൻ വരുമ്പോ, നേതൃത്വം ഏറ്റെടുക്കുമ്പോ, അതായത് നേതാവ് എന്ന് പറയുന്നത് എന്താ? അയാളുടെ കീഴിൽ ഒരുപാട് അനുയായികൾ ഉണ്ടാവുമെന്നല്ലേ? നേതാവ് എന്ന വാക്കിൽ നിന്ന് തന്നെ അണ്ടർസ്റ്റുഡ് ആണ്. താഴെ ഒരുപാട് അനുയായികൾ ഉണ്ടാവും, പല തരത്തിലുള്ള അനുയായികൾ ഉണ്ടാവും, പല സ്വഭാവവും പല ദുസ്വഭാവങ്ങളും ഒക്കെ പലതരത്തിലുള്ള ആളുകളെ നയിച്ചു കൊണ്ടുപോകുന്ന ഒരു കാര്യമാണല്ലോ നേതാവ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഉത്തരവാദിത്തം നിറവേറ്റാൻ ആവശ്യമായ രണ്ട് കഴിവ് രണ്ട് സംഗതികൾ മുഖേനയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതായത് അള്ളാഹ് പറഞ്ഞു തരാണ്, ഒന്ന് ക്ഷമയും സഹനവുമാകുന്ന ഉത്കൃഷ്ട ഗുണം നിങ്ങളിൽ വളർത്തുക. നല്ല ക്ഷമ വേണം, നല്ല സഹന ശക്തി വേണം. എന്ത് തരത്തിലുള്ള പ്രയാസം വരുമ്പോൾ സഹിക്കാനുള്ള ശക്തി വേണം. രണ്ട്, നമസ്കാരം വഴി ആത്മാവിനെ സുശക്തമാക്കണം. കാരണം അല്ലെങ്കിൽ എന്താവും, ഈ ഒരു ക്ഷമയും സഹനവും നമുക്ക് കിട്ടൂല. അപ്പൊ നമ്മൾ സ്വയം എന്താവണം, നമ്മളെ ആത്മാവ് നല്ല സ്ട്രോങ് ആയിരിക്കണം. ചെറിയ ചെറിയ പ്രലോഭനങ്ങളൊക്കെ ഉണ്ടാവും, അപ്പോഴേക്കും വീണ് ഞാൻ ഇനി ഇതിനൊന്നും ഇല്ല, ഞാൻ ഇനി പോവാണ്, ഞാൻ ഇതെല്ലാം വിട്ടെറിഞ്ഞ് പോവാണ് എന്ന് ഉള്ളിലേക്ക് ഒതുങ്ങുന്ന ഒരുപാട് ആളുകളുണ്ട്. കുറച്ച് നേതൃത്വത്തിലേക്ക് വരുമ്പോ കുറച്ച് പ്രയാസങ്ങൾ രണ്ടുപേരുടെ ആരുടെ രണ്ട് വാക്കുകൾ കേട്ടാ പിന്നെ ഞാനിതൊന്നും ഇല്ല എന്ന് പറഞ്ഞ ഉള്ളിലേക്ക് അങ്ങ് പോകുന്നത് അല്ല, അങ്ങനെയല്ല. അപ്പൊ നമ്മൾ അള്ളഹാനോട് നമസ്കരിച്ചുകൊണ്ട് തേടാണ് വേണ്ടത്. സ്വന്തം ആത്മാവ് അങ്ങനെ വീക്കാവുമ്പോൾ ക്ഷമ നേടാൻ വേണ്ടി, അല്ല ശക്തി നേടാൻ വേണ്ടി നമ്മൾ അതിന് ശക്തമാക്കണം. ഇപ്പൊ സബർ, അതായത് സബറിന്റെ അർത്ഥം എന്ന് പറയുന്നത് ക്ഷമ, സഹനം ഒക്കെ അതിൽപ്പെടും. എന്നാൽ അതിപ്രധാനമായ നിരവധി ധാർമ്മിക ഗുണങ്ങൾക്കെല്ലാം ഉള്ള സമഗ്രമായ ഒരു ശീർഷകമാണെന്നും അതാണ് യഥാർത്ഥത്തിൽ വിജയത്തിന് താക്കോലെന്നും അതിന്റെ അഭാവത്തിൽ ആർക്കും ഒരു ലക്ഷ്യത്തിലും വിജയിക്കുക സാധ്യമല്ലെന്നുള്ള വിശദീകരണം ഖുർആനിൽ വിവിധ സ്ഥലങ്ങളിൽ കാണാവുന്നതാണ്. അപ്രകാരം തന്നെ സത്യവിശ്വാസികളായ വ്യക്തികളെയും സമൂഹങ്ങളെയും തങ്ങളുടെ മഹത്തായ കർത്തവ്യ നിർവഹണത്തിന് നമസ്കാരം എങ്ങനെയാണ് സന്നദ്ധരാക്കുന്നതെന്ന് മുമ്പോട്ട് ചെല്ലുമ്പോൾ വിശദമായി ഗ്രഹിക്കുക. അതായത് ഈ ക്ഷമയും സഹനവും ഇല്ലാത്ത ആളുകൾക്ക് ഒന്നും നേടിയെടുക്കാൻ പറ്റില്ല ജീവിതത്തിൽ. ഇപ്പൊ ഒരു സ്ഥലത്ത് നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിൽ പോലും കുറച്ച് സഹനവും ക്ഷമയും ഉണ്ടെങ്കിൽ അവിടെ പിടിച്ചു നിൽക്കാൻ പോലും പറ്റൂ. അല്ലെങ്കിൽ എന്താ, രണ്ട് ജോലി ചെയ്യുമ്പോഴേക്കും വിട്ടെറിഞ്ഞു പോരും. കാരണം നമുക്കൊരാളെ അവിടുത്തെ ഒരു കമ്പനിയുമായി യോജിച്ച് പോകണമെങ്കിൽ അവിടെ അനുസരിക്കണം, നമുക്ക് ആദ്യം കുറച്ച് ക്ഷമ വേണം.
എല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ട പോലെ ആവണമെന്നൊന്നും ഇല്ലല്ലേ. എന്തൊരു കാര്യത്തിലും ക്ഷമയും സഹനവും ഉണ്ടെങ്കിലേ നമുക്ക് അവിടെ പിടിച്ചു നിൽക്കാനും മുന്നോട്ട് പോവാനും വിജയത്തിലേക്ക് എത്താനും പറ്റുള്ളൂ. ഇത് രണ്ടും ഇല്ലാത്ത ഒരാൾക്ക് ജീവിതത്തിൽ എവിടെയും നിൽക്കാൻ പറ്റില്ല. അവര് പെട്ടെന്ന് അവിടുന്ന് പോരും. അവർക്ക് നിൽക്കാൻ പറ്റില്ല, ഇവര് സ്ഥലത്ത് നിൽക്കാൻ പറ്റില്ല. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഇതായിരിക്കും. അപ്പൊ ഈ രണ്ട് സ്വഭാവം എന്ന് പറയുന്നത് നല്ല ഗുണമാണ്. ഒരാൾ നേടിയെടുക്കേണ്ട ഏറ്റവും അത്യാവശ്യമായ ഗുണങ്ങളാണ് ക്ഷമ, സഹന, സബുർ എന്ന് പറയുന്നത്. ഇനി അടുത്ത ആയത്തിലേക്ക് കടക്കാം. ഇതില് രണ്ടായത്തിന്റെ വിശദീകരണം ഞാൻ പിന്നീട് പറഞ്ഞുതരാം. യാ അയ്യുഹല്ലദീന, ഇനി അടുത്ത് പറയണ അള്ളാഹ് പറയുന്നത് എന്താ വെച്ചാല്, വലാ തഖൂലു ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാത ബൽ അഹ്യാഉൻ വലാകിൻ ലാ തശഊറൂൻ. ദൈവിക മാർഗത്തിൽ വധിക്കപ്പെടുന്നവർ, ഇതിവിടെ എഴുതിയ അറബിങ്ങൾക്ക് വായിക്കാൻ കഴിയില്ല. അത് കൂടിയിട്ടുള്ള, അത് കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെ വരുന്നതാണ്. നിങ്ങൾക്ക് ഖുർആൻ ഉണ്ടെങ്കിൽ ഖുർആൻ നോക്കിക്കോളൂ, അല്ലെങ്കിൽ താഴെ എഴുതിയത് നോക്കുക. ദൈവിക മാർഗത്തിൽ വധിക്കപ്പെടുന്നവരെ മരിച്ചവർ എന്ന് പറയാതിരിക്കുക. നമ്മളോട് പറയണല്ല, നിങ്ങൾ ഒരിക്കലും ഷഹീദായ ആളുകളെ മരിച്ചു എന്ന് പറയരുത്. അല്ല, അവർ ശരിക്കും എന്താണ്, അവർ ജീവിച്ചിരിക്കുന്നവർ തന്നെയാകുന്നു. പക്ഷെ അവരുടെ ജീവിതം നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളത് അവരുടെ ജീവിതം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ കാണുമ്പോൾ അവരുടെ ബോഡി എന്താണ്, മരിച്ച സാധാരണ ഒരു രോഗം വന്ന് മരിച്ച ഒരു വ്യക്തിയുടെ ബോഡി പോലെ തന്നെ നമ്മൾ മയ്യത്ത് കാണുന്നു. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, അള്ളാന്റെ മാർഗത്തിൽ മരിച്ചവരല്ല. മയ്യത്തായെന്ന് പറയരുത്, മയ്യത്ത് എന്ന് പറയരുത്. അവർ മയ്യത്തല്ല, അവര് ജീവിച്ചിരിക്കുന്നവരാണ്. അവര് എന്താ പറയുക, അഹ്യ ആണ്, ജീവിച്ചിരിക്കുന്നവരാണ്. പക്ഷെ നിങ്ങൾക്കിത് മനസ്സിലാകുന്നില്ലെന്ന് മാത്രം. വലാകില്ലാ തശ്ഉറൂൻ, നിങ്ങൾക്കിത് മനസ്സിലാകുന്നില്ല. ഇനി അതിന്റെ അർത്ഥത്തിലേക്ക് കിടക്കും. വാ ആൻഡ് ലാ തഖൂലു, അള്ളാഹ് പിന്നെയും കൽപ്പിക്കണം. നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്, ഇസ്തഈനു, നിങ്ങൾ സഹായം. അതുപോലെ ഇവിടെയും പറയാണ്, ലാ തഖൂലു, നിങ്ങൾ പറയരുത്. ഖാല യഖൂലു എന്നുള്ളതിന്റെയാണ് തഖൂലു എന്ന് വരുന്നത് കേട്ടോ. താന്ന് വരുമ്പോ നിങ്ങൾ, തഖൂലു താന്ന് പറയുമ്പോ നീ എന്നിലേക്കായി, തഖൂലു അവസാനം വാവ് വരുമ്പോൾ പ്ലൂറലായി. വലാ തഖൂലു, നിങ്ങൾ പറയരുത്, ലാ നോ അരുത്, എന്ത് ചെയ്ത്, ലി എന്തിനെ കുറിച്ച്, മൻ ആരാണോ, യുഖ്തലു കൊല്ലപ്പെട്ടത് അല്ലെങ്കിൽ വധിക്കപ്പെട്ടത്. ഖതല യഖ്തുലു എന്നതിൻ്റെതാണ് യുഖ്തലു എന്ന് പറയുന്നത് കേട്ടോ. ഖതല കൊന്നു, യഖ്തുലു കൊല്ലുന്നു, യുഖ്തലു കൊല്ലപ്പെടുന്നു അല്ലെങ്കിൽ വധിക്കപ്പെടുന്നു. അപ്പൊ മൻ ആരാണോ, യുഖ്തലു കൊല്ലപ്പെടുന്നത്, ഫീ സബീലില്ല, ഫീ എന്ന് പറഞ്ഞാൽ എൻ, സബീൽ മാർഗം, അള്ളാന്റെ മാർഗത്തിൽ, അള്ളാന്റെ മാർഗത്തിൽ കൊല്ലപ്പെടുന്നത് ആരാണോ, മൻ ആരാണ്, അവരെ കുറിച്ച് എന്ത് ചെയ്യരുത്, അംവാത്ത് എന്ന് പറയരുത്. അംവാത്ത് എന്ന് പറഞ്ഞാൽ മയ്യത്തില്ലേ, മയ്യത്ത് എന്നുള്ളത്. പിന്നെ അംവാത്ത് എന്ന് പറയുന്നത് അതിന്റെ പ്ലൂരലാണ്, അംവാത്ത്. അപ്പൊ മരിച്ചവർ എന്ന് നിങ്ങൾ പറയരുത്, അംവാത്താണെന്ന്, മരിച്ചവരാണെന്ന് പറയരുത്. ബൽ എന്നാൽ നിങ്ങൾ എന്ത് പറയണം, അഹ്യാ ആണ്. അഹ്യാ എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്നവർ. ഹയ്യ് കേട്ടിട്ടില്ലേ, അള്ളാഹു അൽ ഹയ്യാണ്, എന്നും ജീവിച്ചിരിക്കുന്നതാണ്. ഇത് ഓർക്കാനുള്ള വേറെ ഹയാത്തു ദുനിയ എന്ന് പറഞ്ഞത് ഇഹലോക ജീവിതത്തിന് ഹയാത്തു ദുനിയ എന്ന് പറയാം. അപ്പൊ ഹയാത്ത് എന്ന് പറഞ്ഞാൽ ജീവിതം. അപ്പൊ അഹ്യ എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്നവർ. അഹ്യ എന്നുള്ള വാക്കാണ്, അഹ്യ യുഹ്യി എന്നുള്ള വാക്ക്, അഹ്യ. അപ്പൊ അഹ്യ ജീവിച്ചിരിക്കുന്നവർ. വലാകിൻ പക്ഷേ, ലാ തശ്ഉറൂ നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല. ശഅറ യശ്ഉറു മനസ്സിലാവുക അല്ലെങ്കിൽ അനുഭവപ്പെടുക എന്നുള്ള വാക്കാണ് കേട്ടോ. തശ്ഉറൂ എന്ന് പറയുമ്പോൾ എന്താവും, അത് താ എന്ന് പറഞ്ഞ തുടക്കത്തിലാവും, നീ. അഷറൂ ലാസ്റ്റ് വാവിനുണ്ടാവും, നിങ്ങൾക്ക് എന്താവുന്നില്ല, ഷാറ മനസ്സിലാവുന്നില്ല, ലാ നോ, നിങ്ങൾക്കത് എന്താവുന്നു, നിങ്ങൾ വലാ തഖൂലു നിങ്ങൾ പറയരുത്, ലിമൻ യുഖ്തലു ഫീ സബീലില്ല അള്ളാന്റെ മാർഗത്തിൽ വധിക്കപ്പെട്ടവരെ അംവാത്ത് എന്ന് പറയരുത്, മരിച്ചവരാണെന്ന്. ബൽ പക്ഷെ, എന്നാൽ അഹ്യ അവർ ജീവിച്ചിരിക്കുന്നവരാണ്. വലാകിൻ ലാ തശ്ഉറൂൻ നിങ്ങൾക്കത്, പക്ഷേ നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല എന്ന് മാത്രം. ഇനി മരണം എന്ന വാക്കും മരണത്തെക്കുറിച്ചുള്ള വിഭാവന മനുഷ്യ മനസ്സിൽ ഒരുതരം ധൈര്യക്ഷയം ഉളവാക്കുന്നതാണ് അല്ലെ. മരിക്കുക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പൊതുവെ ഒരു പേടിയാണ്. ആകെ മനുഷ്യനെ അല്ലെ പേടി, ഒരു വല്ല ധൈര്യം ഒക്കെ ചോർന്നു പോകുന്ന ഒരു അവസ്ഥയാണ്. മരിച്ചു അല്ലെങ്കിൽ ഇന്നൊക്കെ ആരെങ്കിലും മരിച്ചു എന്ന് കേട്ടാലോ, അല്ലെങ്കിൽ ഞാൻ മരിക്കാൻ പോവാണ്, നിനക്കൊരു ഗുരുതരമായ രോഗമാണ്, നീ ഏതാനും ദിവസങ്ങളും ജീവിച്ചിരിക്കുള്ളൂ, മരണം അടുത്തു എന്നൊക്കെ പറയുമ്പോൾ ആകെ മനുഷ്യൻ പിന്നെ ബെഡിൽ തന്നെ ആവുകയാണ്, മനസ്സ് തളർന്നിട്ട്. അതുപോലെയാണ് മരണം. അപ്പൊ അതിനാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷികളെ അവരെ പറ്റി മരിച്ചവരെന്ന് പറയരുത്. അതായത് അങ്ങനെ പറയുന്ന അള്ള നിരോധിക്കുകയാണ്, നിങ്ങൾ അങ്ങനെ ചെയ്യരുത് എന്ന് പറയാണ്. മരിച്ചവരെന്ന് അവരെ കുറിച്ച് പറയേ വേണ്ട. കാരണം സമുദായാംഗങ്ങളിൽ സമരവികാരവും ആത്മാർപ്പണ ബോധവും തണുത്തു പോകാൻ അത് വഴിവെച്ചേക്കുന്നതാണ്.
അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവൻ ബലികഴിക്കുന്നവന് സുഖാനന്ദകരമായ ശാശ്വത ജീവിതമാണ് യഥാർത്ഥത്തിൽ ലഭിക്കുന്നതെന്ന വിഭാവനം സത്യവിശ്വാസികൾ അവരുടെ ഹൃദയത്തിൽ ഉറപ്പിക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ വിഭാവനം യാഥാർത്ഥ്യത്തോട് യോജിച്ചതാണെന്നതിന് പുറമെ ധൈര്യസ്ഥൈര്യവും ഉഷിരും ആവേശവും സജീവമായി നിലനിർത്താൻ സഹായകമാണ്. നിങ്ങളിപ്പോ ആലോചിച്ച് നോക്കൂ, ഇപ്പൊ അള്ളാന്റെ മാർഗത്തിൽ മരിച്ച ആളുകള് ഈ യുദ്ധത്തിനൊക്കെ പോകുന്ന ആളുകളും മരിച്ചു പോവാണ്, സാധാരണ മരിക്കുന്ന പോലെ മരിച്ചു പോവാണെന്ന് പറയുമ്പോ എന്താ ആവുക? ശരിക്കും ആ സമൂഹത്തിലെ ആളുകൾ ഒരിക്കലും തന്നെ അള്ളാഹിന്റെ മാർഗത്തിൽ യുദ്ധത്തിന് പോവില്ല. കാരണം ജീവിതം അവസാനിക്കാൻ പോവാണ്, മരിക്കുകയാണ് എന്ന് പറയും. പക്ഷെ അള്ള അവിടെ തിരുത്താണ്. അപ്പൊ ആ തിരുത്താണ്, അവര് മരിക്കല്ല, അവര് ജീവിക്കാൻ പോവാണ്. അപ്പൊ എന്തുകൊണ്ട് ഇതിന്റെ വിശദീകരണം ഞാൻ പറയാം. കാരണം അത് അങ്ങനെയുള്ള ഒരു ഇതിലേക്കാണ് രക്തസാക്ഷിത്വത്തെ അള്ളാഹു ഉയർത്തുന്നത്, ജീവിച്ചിരിക്കുന്നവരാണെന്ന് പറയുന്നത്. നമുക്കൊക്കെ ഇത് ഒരുപാട് പാടുള്ള ഒരു കാര്യമാണ്. കാരണം ഇപ്പൊ ഗസയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ലൈവായിട്ട് നമ്മൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുകയാണ് ആളുകൾ അള്ളാഹുവിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെ? അവർ മരിച്ചിട്ടില്ല, നമുക്ക് വിഷമിക്കേണ്ട ആവശ്യമില്ല. സത്യം പറഞ്ഞാല് അവരെ കുറിച്ച് ആലോചിക്കുമ്പോൾ സന്തോഷിക്കാണ് വേണ്ടത്. കാരണം അവര് ജീവിച്ചിരിക്കുന്ന, മരിച്ചിട്ടില്ല. ഇവിടെ ഈ ആയത്തുകളില് ഇതിപ്പോ ഞാൻ പറഞ്ഞ ഈ ഒരു ഇവിടെ ഫോട്ടോ കാണിച്ചത് ഇപ്പൊ അടുത്ത് മരിച്ച, ഗസയിൽ മരിച്ച ഡോക്ടർ ലാല അല്ലെ, ആലയുടെ 8 മക്കള്, 10 മക്കളില് 8 മക്കള്, 9 മക്കളോ മറ്റേ മരിച്ച്, ഹസ്ബൻഡും പിന്നെ ഒരു മകൻ മാത്രം ബാക്കിയായി. പിന്നെ അവരും മരിച്ചു എന്നാണ് അറിഞ്ഞത്. ഹസ്ബൻഡ് മരിച്ചു എന്ന് കേട്ടു, മറ്റേ കുട്ടിയുടെ അവസ്ഥ എനിക്കറിയില്ല. അപ്പോ അത്രക്കും വേദനാജനകമായ, നമ്മൾ സാധാരണ ഒരു മനുഷ്യൻ ചിന്തിക്കുകയാണെങ്കിൽ ഇത്രയും മയ്യത്ത് കാണുമ്പോൾ നമുക്ക് ഹൃദയം പൊട്ടിപ്പോകുന്നു, അല്ലെ? ശരിക്കും അള്ള പറയുന്ന ഇവരൊക്കെ മരിച്ചതല്ല, അവരിങ്ങനെ കണ്ണ് അടച്ച് കിടക്കുകയാണെങ്കിലും അവർ ജീവിക്കുകയാണ്, അവർ ജീവിച്ചിരിക്കുന്നവരാണെന്ന് പറയുമ്പോൾ നമുക്കതെന്താ പറയാ, മയ്യത്തിനെ പോലെ മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അത്രക്കും ഒരു വളരെ നല്ല ഒരു സ്ഥാനാണ് അള്ള അതിന് കൊടുത്തിരിക്കുന്നത്, ഷഹീദായി മരിക്കുക എന്നുള്ളത്. ഇവിടെ ഈ ഒരു അപ്പൊ ഇന്ന് ഞാൻ ഓതി കേൾപ്പിച്ച 4 ആയത്തുകള് ശരിക്കും അള്ളാഹു ഇതിന്റെ വിശദീകരണം പറയുകയാണെങ്കിൽ ഇനി വരാനിരിക്കുന്ന നേതൃത്വ പദവി ഏൽപ്പിക്കുന്നവരുടെ പ്രയാസങ്ങളും പ്രതിബദ്ധങ്ങളും മരണം തരണം ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ള നിർദ്ദേശങ്ങളാണ്. അന്ത്യപ്രവാചകനോടും മുസ്ലിങ്ങളോടും യഹൂദർക്കുള്ള വിരോധം നേരത്തെ തെളിഞ്ഞു. അതായത് യഹൂദന്മാർക്ക് നേരത്തെ ഭയങ്കര വിരോധമായിരുന്നു മുസ്ലിങ്ങളോട്. അപ്പൊ ആ വിരോധം രൂക്ഷമായി എപ്പോ കിബില മാറ്റത്തോടു കൂടി. ഞാൻ നേരത്തെ പറഞ്ഞു, കാരണം അവർ ആദ്യം അടിസ്ഥാനം അംഗീകരിച്ചെങ്കിലും പിന്നീട് ആ ഒരു കിബില മാറ്റത്തോടുകൂടി അടിസ്ഥാനവും ഇല്ലാതായി എന്ന് പറഞ്ഞപ്പോ അവർക്ക് ഭയങ്കരമായിട്ടുള്ള ദേഷ്യമാണ് ഉണ്ടായത്. അതായത് മുസ്ലിങ്ങൾക്ക് ഇനി അവരിൽ നിന്ന് കൂടുതൽ ക്രൂരമായ എതിർപ്പുകളും ദ്രോഹങ്ങളും നേരിടേണ്ടി വരും എന്നുള്ളത് അവിടെ വ്യക്തമായി എന്നുള്ളതാണ്. ഇനി ഇവിടെ ഖുറൈശികൾ ഉണ്ടല്ലോ, മക്കയിലുള്ള ഖുറൈശികൾ, ഇതിപ്പോ നബി മദീനത്തുള്ള ഹിജ്റ പോയതിനു ശേഷമാണ് കിബിലമാറ്റം സംഭവിച്ചത്. അപ്പൊ മക്കയിലുള്ള ഖുറൈശികൾ ഇതിനെക്കുറിച്ച് കുറച്ച് ഊഹിച്ചത് എന്താന്ന് വെച്ചാല്, അവര് വിചാരിച്ചത് എന്താ വെച്ചാല്, അവര് പ്രവാചകൻ കിബില കഅബയാക്കുന്നതോടുകൂടി നമ്മുടെ പൂർവ്വ മതത്തിലേക്ക് വന്നു എന്ന്. അതായത് പ്രവാചകന് മക്കയിലാളുണ്ടായിരുന്നത്, ജനിച്ചു വളർന്നൊക്കെ മക്കയിലാണ്. പിന്നീട് 40 വയസ്സായപ്പോഴാണല്ലോ പുതിയൊരു നമ്മളെ ഇസ്ലാം മതവുമായിട്ട് വരുന്ന, വഹി കിട്ടിയതിന് ശേഷം. അപ്പൊ ഇനിയിപ്പോ കഅബയിലേക്ക് തന്നെ പ്രവാചകൻ തിരിച്ചു വരുന്നുണ്ട്. അപ്പൊ അതായത് നമ്മുടെ പഴയ മതത്തിലേക്കും നമ്മളെ പഴയ ഇതിലേക്ക് അംഗീകരിക്കാൻ പോവാണ് എന്നുള്ള ഒരു വ്യാമോഹം ഈ ഖുറൈശികൾക്ക് വെറുതെ ഒരു ചിന്ത ഉണ്ടായി. പക്ഷെ അവരുടെ ഈ ചിന്ത വേറൊരു ആശങ്കക്ക് കൂടി വഴിമാറി കൊടുത്തു എന്നുള്ളതാണ്. അതായത് ഈ പ്രവാചകന് മദീനയിൽ പ്രവാസ ജീവിതം, ഈ പ്രവാചകൻ ശിഷ്യന്മാരും അവിടെ എത്തി. മദീനയിൽ എത്തിയ ഉടനെ അവരെന്താ ചെയ്തത്, ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു സമൂഹത്തെ അവിടെ കെട്ടിപ്പടുത്തല്ലേ. ഈ സൂറത്ത് ഹശറിലൊക്കെ ഉണ്ട്, എന്തെന്നറിയോ, ഈ മദീനയിൽ എത്തിയ ഉടനെ പ്രവാചകൻ ചെയ്തത് എന്തൊക്കെയാണെന്നുള്ളത്. പ്രവാചകൻ ചെയ്തത് ഔസ് ഖസ്റജ് ഗോത്രത്തെ ഒന്നിപ്പിച്ച് അവിടെ ഒരു തരം, ശരിക്കും അവിടെ ഒരു നല്ല ഒരു തരത്തിലുള്ള സമൂഹത്തെ കെട്ടിപ്പടുക്കാനുള്ള ആദ്യപടി എന്നുള്ള നിലയിൽ മദീനയിൽ എത്തുമ്പോൾ ഔസ് ഖസ്റജ് രണ്ടും മുസ്ലിങ്ങളാണ്, പക്ഷെ ഔസും അറബികളാണ്. പക്ഷെ രണ്ടും ഔസും ഖസ്റജും ഭയങ്കര യുദ്ധമായിരുന്നു, ബദ്ധവൈരികളായിരുന്നു, അവർ ശത്രുക്കളായിരുന്നു, എപ്പോഴും രക്തച്ചൊരിച്ചിലായിരുന്നു. അപ്പൊ പ്രവാചകൻ ചെന്ന ഉടനെ തന്നെ അവരെ ഐക്യപ്പെടുത്തുക ചെയ്തത്. അങ്ങനെ കുറെ രാഷ്ട്രീയപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരുപാട് തന്ത്രങ്ങളിലൂടെയാണ് പ്രവാചകൻ അവിടെ എത്തിയ ഉടനെ ചെയ്തത്. അപ്പൊ അത്തരത്തിൽ നല്ല ഒരു സമൂഹത്തെ മദീനയിൽ പ്രവാചകൻ കെട്ടിപ്പടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനിയിപ്പോ പ്രവാചകൻ വീണ്ടും കഅബയെ കിബിലയാക്കുന്നതോടെ ഖുറൈശികൾ വിചാരിച്ചു, എന്തായാലും ഇനിയിപ്പോ പ്രവാചകനും കൂട്ടരും കഅബ പിടിച്ചടക്കാൻ വരും. കാരണം ബൈത്തുൽ മുഖദ്ദിസ് ആയിരുന്നു, അതിനെ ഇപ്പൊ ഇനി കഅബയിലേക്ക് അവർ തിരിഞ്ഞിട്ടുണ്ട്.
അവരെ ചിന്ത മുഴുവൻ കഅബയിലേക്ക് തിരിച്ചിട്ടുണ്ട്. അവര് കിബില കഅബയിലേക്ക് തിരിച്ചത് വഴി ഇനി അവരുടെ ലക്ഷ്യം കഅബയായിരിക്കും. ഇനി അവർ മദീനയിൽ നിന്ന് അനുയായികൾ എല്ലാവരെയും കൂട്ടിയിട്ട് അവിടെ നല്ലൊരു സ്ട്രോങ് ആയ ഒരു കമ്മ്യൂണിറ്റി ആയിട്ടുണ്ടല്ലോ, ആ കമ്മ്യൂണിറ്റി എല്ലാം കൂടി കഅബയെ ആക്രമിക്കാൻ വരും, ഞങ്ങളെ ആക്രമിക്കാൻ വരും മക്കയെ എന്നുള്ള ഒരു ചിന്ത അവരിലേക്ക് ഈ ഒരു കിബില മാറ്റം വന്നപ്പോ ഖുറൈശികൾക്ക് ഉണ്ടായി എന്നുള്ളതാണ്. കാരണം ഈ ഒരു ചിന്തയാണ് അവർക്ക് പെട്ടെന്ന് തന്നെ ഈ മദീനയിലുള്ള മുസ്ലിങ്ങളെ വളരാൻ പറ്റാതെ പെട്ടെന്ന് തന്നെ ആക്രമിക്കണം, യുദ്ധം ചെയ്യണം അങ്ങോട്ടേക്ക് ചിന്ത വന്നത് ഈ ഒരു കിബില മാറ്റത്തെ കുറിച്ചായിരുന്നു ശേഷമാണ്. കാരണം ഈ കിബില മാറ്റം നടന്ന് ഏതാനും മാസങ്ങൾക്ക് ശേഷമാണ് പിന്നെ ബദർ യുദ്ധം ഉണ്ടാകുന്നത്. മനസ്സിലാകുന്ന ആലോചിച്ച് നോക്ക്, ബദർ യുദ്ധം ആ ഒരു പ്രവാചകനെതിരെ തിരിഞ്ഞ് ബദർ യുദ്ധമാണ് ആദ്യത്തെ യുദ്ധം ഉണ്ടാകുന്നത്. ആ യുദ്ധം ഉണ്ടായത് ഈ ഒരു കിബില മാറ്റത്തിന് ശേഷം മാസങ്ങൾക്ക് ശേഷം മാത്രമാണ്. അപ്പൊ ഇവിടെ ഈ ഒരു ആയത്ത് അവതരിക്കുമ്പോ, അതായത് സത്യവിശ്വാസികളോട് അള്ളാഹ് പറയാണ് യാ അയ്യുഹല്ലദീന ആമനൂ ഇസ്തഈനു ബിസ്സബ്രി എന്ന് പറയുമ്പോൾ അള്ളാഹ്ക്ക് ശരിക്കും അറിയായിരുന്നു ഇനി സത്യവിശ്വാസികൾ വലിയ പ്രയാസത്തിലേക്ക് പോവാണ് എന്നുള്ള കാര്യം. പക്ഷെ വിശ്വാസികൾക്ക് ഇത്രയും ക്രൂരമായ ഇതുണ്ടെന്ന് ചിന്തിക്കാനും ദീർഘദൃഷ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ അത്രക്ക് വിചാരിച്ചു. പക്ഷെ അള്ളാഹ്ക്ക് ശരിക്കും അറിയായിരുന്നു ഇനി മുതൽ പരീക്ഷണങ്ങളുടെയും പ്രതിസന്ധികളുടെയും കാലഘട്ടമാണ് വരാൻ പോണത് എന്നുള്ളത്. ബദർ യുദ്ധം മുതലാണ് തുടങ്ങുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് അള്ളാഹ് ദീനിന്റെ വാഹകരായ മുസ്ലിങ്ങൾക്ക് വരാനിരിക്കുന്ന വിപത്തുകൾ എങ്ങനെ നേരിടണമെന്ന് ഉണർത്തിയിരിക്കുകയാണ് ഈ ആയത്തിൽ. ഇതിൽ പറയുന്നത് നമസ്കാരം കൊണ്ടും സഹനം കൊണ്ടും സഹായം തേടാനുള്ള ഉപദേശം. ഇതേ പദങ്ങളിൽ തന്നെ വേറെ സൂറത്തിലും പറഞ്ഞിട്ട്, ഈ സൂറത്തിൽ 45-ാം ആയത്തിലും പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാമിക ജീവിതത്തിലും പ്രബോധന പ്രവർത്തനം നമസ്കാരത്തിനും സഹനത്തിനുമുള്ള പ്രസക്തിയും പ്രാധാന്യം പ്രസ്തുത സൂക്തത്തിന് വിശദീകരണം സൂചിപ്പിക്കുന്നു. പ്രയാസങ്ങളെയും പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യുവാനും നന്മയിലും ധർമ്മത്തിലും മുന്നേറുവാനുള്ള മനഃശക്തി ആർജിക്കുന്നതിനാണ് ഇസ്തിആനത്ത് എന്ന് പറയുന്നത്. അതായത് ദൈവിക സഹായം തേടൽ. അതായത് ഈ പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും ഉണ്ടാകുമ്പോൾ അള്ളാഹിന്റെ സഹായം തേടുക എന്നുള്ളത് അത് മനസ്സിന് ശക്തി കിട്ടുന്ന ഒരു അവസ്ഥയാണ് അല്ലെ. തൊട്ടു മുമ്പുള്ള സൂക്തങ്ങൾ നിങ്ങൾ എന്നെ സ്മരിക്കുവിൻ, അത് കുറുനി അത് കുറുക്കുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്നല്ലോ. നിങ്ങൾ എന്നെ ഓർക്കുവിൻ, ഞാൻ നിങ്ങളെ ഓർക്കും എന്നുള്ളത്, എന്നോട് നന്ദിയുള്ളവരാകുവിൻ എന്നൊക്കെ പറഞ്ഞ് നിർത്തിയിട്ടാണ് പിന്നെ ഈ ആയത്ത് പറയുന്നത്. അപ്പൊ എന്താണ് അതിൽ പറഞ്ഞത്? ദിക്റുല്ലാനെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പൊ ദിക്റുല്ല എന്ന് പറയുന്നത് ഈ ആയത്തിൽ എങ്ങനെയാണ് ദിക്റുല്ല ചെയ്യുക, നിസ്കാരം കൊണ്ടു എന്നുള്ള സൂചനയും ഈ ഒരു ആയത്ത് നൽകുന്നുണ്ട്. നിസ്കരിച്ചുകൊണ്ട് അള്ളാഹിനെ ഓർക്കുക എന്നുള്ളത്. നമസ്കാരത്തിന് അടിസ്ഥാന ലക്ഷ്യം അള്ളാഹുവിനെ സ്മരിക്കലും അവനോട് നന്ദി പ്രകടിപ്പിക്കലും ആകുന്നു. ഇനി നമസ്കാരം കൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചത് സാധാരണ ഫർദ് നമസ്കാരം മാത്രമല്ല കേട്ടോ, എല്ലാത്തരം ഐച്ഛിക നമസ്കാരങ്ങളും തഹജ്ജുദ് മുതൽ നമുക്ക് ഏത് സമയത്താണോ പ്രയാസം തോന്നുന്നത് അപ്പോഴൊക്കെ ഓരോ നമസ്കാരവും നമുക്ക് അതിനുള്ള ശക്തി തരികയാണ്. അപ്പൊ സത്യവിശ്വാസി തന്റെ മാർഗത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ നിരന്തരമായ നമസ്കാരത്തിലുള്ള അള്ളാഹുമായുള്ള ബന്ധം എത്രത്തോളം ദൃഢീകരിക്കുന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു ഈ പരീക്ഷണങ്ങളിൽ പരാജയപ്പെടാതെ പ്രയാസങ്ങളെ അതിജയിച്ച് മുന്നോട്ട് പോകാനുള്ള അയാളുടെ കഴിവ്. അള്ളാഹുമായുള്ള ബന്ധം ദൃഢമാകും തോറും ദേവദാസന് നിശ്ചയദാർഢ്യവും സന്മാർഗബോധവും വർദ്ധിക്കുന്നു. അതുകൊണ്ട് സത്യവും അസത്യവും തമ്മിൽ സംഘടനം ഉണ്ടാകുമ്പോൾ സത്യത്തിന്റെ ഭാഗത്ത് നിൽക്കുന്നവർ നമസ്കാരത്തിൽ കൂടുതൽ തൽപരരാകുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അസത്യത്തെ നേരിടാനുള്ള അതുല്യമായ ഒരു ആയുധമാണ് ഈ നമസ്കാരം. എന്നാൽ അസത്യത്തിനെതിരെ സത്യത്തിന്റെ വിജയത്തിന് വേണ്ടിയുള്ള നിലകൊള്ളാൻ ആഗ്രഹിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം ഈ ആയുധം തികച്ചും നിഷ്ഫലമാകുന്നു. അതായത് മുസ്ലിങ്ങൾക്കുള്ള വളരെ വലിയൊരു ആയുധമാണ് നമസ്കാരം എന്ന് പറയുന്നത്. ഇവിടെ പിന്നെ ഈ ക്ഷമിക്കുക സഹിക്കുക എന്ന് പറയുന്നതിനെ കുറിച്ചത് ബിസ്സബർ എന്ന് പറഞ്ഞല്ലോ, അതിനെ കുറിച്ച് പറയുന്നത് പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ പരിഭ്രാന്തരാവുക, വെപ്രാളം കൊള്ളുക, അതിൽ നിന്ന് ഓടി ഒളിക്കുക, മുമ്പിൽ എന്താ നോക്കാതെ തിരിച്ചടിക്കുക, കോപാന്തനാവുക, ഇതൊക്കെ സഹജമായ സ്വഭാവങ്ങളാണ്. അതായത് അപ്പൊ ഒരാൾ ഒരു പ്രയാസം വരുമ്പോ ക്ഷമയുണ്ട് എന്ന് എപ്പോഴാ പറയാന്നറിയോ? അപ്പൊ അദ്ദേഹത്തിന് നല്ല ക്ഷമയുണ്ട് എന്ന് പറയപ്പെടാന്ന് വെച്ചാൽ അയാൾ ആ പ്രയാസം വന്നിട്ടും വെപ്രാളപ്പെടുന്നില്ല, അയാൾ പരിഭ്രാന്തയാവുന്നില്ല, അതിൽ നിന്നൊക്കെ ഓടി ഒളിച്ച് ഞാനിനി ഒന്നിനും ഇല്ലേ എന്ന് പറഞ്ഞ് എല്ലാത്തുനിന്നും വിട്ടൊളിച്ച് ഒരു മൂലയിലേക്ക് പോവില്ല. അവര് മുന്നിൽ എന്താ നോക്കാതെ അടിച്ചങ്ങ് മുന്നോട്ട് പോവില്ല, ചിന്തിച്ച് മാത്രമേ കാര്യം ചെയ്യുള്ളൂ. ദേഷ്യം വന്നിട്ട് ഇങ്ങോട്ട് അന്ധനായി തോന്നിയതൊക്കെ ചെയ്യൂല. ഇതാണ് ക്ഷമ എന്ന് പറയുന്നത്. അങ്ങനെയാണ് കേട്ടോ. എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ വളരെ സാവധാനം കാര്യങ്ങൾ ചിന്തിച്ച് കോപം കൊണ്ടൊന്നും ചെയ്യൂല അവർ. അത്രയും ക്ഷമയുള്ളവരെന്ന് പറയുന്നത് അങ്ങനെയാണ്. അപ്പൊ ഇതൊക്കെ ശരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ജന്തുക്കളെ പോലെയാണ്. ജന്തുക്കൾ അങ്ങനെയല്ലേ? ഇപ്പൊ ഒരു എരയെ പിടിക്കുമ്പോ ഒരിക്കലും ചിന്തിക്കാറില്ല, അയ്യോ പാവം ഒരു എര, ആ ഒരു മുയല് അല്ലെങ്കിൽ ഒരു സിംഹം മുയലിനെ പിടിക്കുമ്പോ മുയല്
സിമ ഒരിക്കലും ചിന്തിക്കുന്നില്ല എന്താ മുയലിന് ഉമ്മ ഉണ്ടാകും, അല്ല കുട്ടികളുണ്ടാവും, അവർക്ക് തീറ്റ കൊടുക്കാൻ ആരുണ്ടാവും, ഇനി ഞാൻ ഇവനെ തിന്നാൽ എന്ത് ചെയ്യും, അതൊന്നും മൃഗങ്ങൾ ചിന്തിക്കാറേ ഇല്ല. തനിക്ക് വിശക്കുന്നു, ആ വിശപ്പകറ്റാൻ ഒരു മുയലിനെ കാണുന്നു, അതിനെ തിന്നുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മളിങ്ങനെ കാര്യകാരണ ബന്ധമൊന്നും ഇല്ലാതെ, സാഹചര്യം നോക്കാതെ, ചിന്തിക്കാതെ ഒരു കാര്യം ചെയ്യാൻ മനുഷ്യൻ എന്ന് പറയുന്നത് ജന്തുക്കളെ പോലെയാന്നാ പറയുന്നത്, ജന്തുക്കളെ പോലെ. അപ്പൊ ഇങ്ങനെ മൃഗങ്ങളൊക്കെ ഇങ്ങനെയാണ് ചെയ്യുക. ജന്തു സഹജമായ സ്വഭാവങ്ങളെ അതിജയിക്കുമ്പോഴാണ് മനുഷ്യൻ മൃഗങ്ങളെക്കാൾ വിശിഷ്ടനാകുന്നത്. മനസ്സിലായില്ലേ? നമ്മള് സാധാരണ മനുഷ്യൻ പെരുമാറുന്ന ജന്തുക്കളെ പോലെയാണ് അങ്ങനെയൊക്കെ. അപ്പൊ അതിനേക്കാൾ ഉയർന്ന, അത് അങ്ങനെ ചെയ്യാതിരിക്കുമ്പോഴാണ് മനുഷ്യ മൃഗങ്ങളെക്കാൾ ഉയർന്നരാകുന്നത്. സഹനശക്തിയും സത്യബോധവും ധർമ്മവിചാരമുള്ളവർക്ക് അത് കഴിയും. അത്തരക്കാർക്ക് എപ്പോഴും പ്രയാസങ്ങൾ തരണം ചെയ്യാൻ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വിരണ്ടു പോവുകയോ വീണ്ടും വിചാരമില്ലാതെ എടുത്തു ചാടുകയോ ചെയ്യുന്നവരോടൊപ്പമുള്ള ഉള്ളത് ചെകുത്താനാണ്. അവർ അവരെ നഷ്ടത്തിലേക്കും പരാജയത്തിലേക്കും തള്ളിവിടുന്നു. മനസ്സിലായില്ലേ? അതായത് ഈ ചെകുത്താനാണ് ഇതുപോലെയുള്ള വളരെ വെപ്രാളപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെങ്കിൽ വെപ്രാളം പെട്ട് അത് ചെയ്ത് എന്താ പറയാന്ന് ബോധമില്ലാതെ അങ്ങനത്തെ ഒരു തരം വെപ്രാളമൊക്കെ പിശാചിൽ നിന്നുള്ളതാണ് എന്നാണ് പറയുന്നത്. ഇവിടെ സാബിറൂൻ സഹനശീലം എന്ന് പറയും. ഇന്നല്ലാഹ മഅസ് സാബിരീൻ എന്ന് പറഞ്ഞില്ലേ ഫസ്റ്റ് ആയത്തില്? അവിടെ സാബിരീങ്ങൾ സഹനശീലർ എന്ന് പറയുന്നത് കോളിടക്കം സൃഷ്ടിക്കാതെ, അതായത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ അടിയുറച്ചു നിൽക്കുക, സത്യമാർഗത്തെ അടിയുറച്ചു നിൽക്കുന്നവരുടെ സഹനത്തെ പണ്ഡിതന്മാർ 3 തരമായി വിശദീകരിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. എന്താണ് ഇവിടെ ഉദ്ദേശിച്ച സാബിറൂൻ എന്ന് പറയുന്നത് ട്ടോ. കാരണം ഒന്നാമത് പറയുന്ന അള്ളാഹുവിനെ ധിക്കരിക്കാനുള്ള പൈശാചിക പ്രലോഭനങ്ങൾ ഉണ്ടായിട്ടും അവരെന്താ ചെയ്യുന്നത്? അതിനൊന്നും വഴങ്ങാതെ അതുമൂലം ഉളവാകുന്ന കഷ്ടനഷ്ടങ്ങളെ അവഗണിച്ചുകൊണ്ട് ദൈവഭക്തനായി നിലകൊള്ളുക. അതായത് അയാളാണ് മുജാഹിദ് എന്ന് പറയുന്നത്. അതായത് സ്വന്തത്തോട് ജിഹാദ് ചെയ്യുക. കാരണം ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരുപാട് പ്രലോഭനങ്ങൾ ഉണ്ടാവും. ശരിക്കും ഒരു നേതൃത്വത്തിലൊക്കെ ഇരിക്കുന്ന ആളുകൾക്ക് ശരിക്കും അത് മനസ്സിലാവും ഞാൻ ഈ പറയുന്നത്. എന്താന്ന് വെച്ചാൽ ഒരുപാട് പ്രലോഭനങ്ങൾ ചില സന്ദർഭങ്ങളിൽ ഉണ്ടാകും. പൈശാചിക പ്രലോഭനം, അങ്ങനെ ചെയ്യ് ഇങ്ങനെ ചെയ്യ്, അള്ളാഹനെ ധിക്കരിച്ചു പോകാനുള്ള അവസരങ്ങൾ ഒരുപാട് ഉണ്ടാവും. അങ്ങനെ ചെയ്താൽ അതിൽ നിന്ന് അങ്ങ് രക്ഷപ്പെടും. എന്നാലും അയാൾ എന്ത് ചെയ്യും? അത്രയും ഈ കഷ്ടനഷ്ടങ്ങളൊക്കെ എത്രയും നഷ്ടം ഉണ്ടെങ്കിലും അതൊക്കെ അവഗണിച്ചിട്ട് അള്ളാന്റെ മാർഗത്തിൽ ഉറച്ചു നിലകൊള്ളുകൊണ്ട് സ്വന്തം ദേഹേച്ഛകൾക്കെതിരെ പോരാടും. സ്വന്തം ദേഹേച്ഛ എന്താണ്? ശരിക്കും ഇതിന്നൊക്കെ അങ്ങ് ഒളിച്ചു പോവുക, അല്ലെങ്കിൽ പ്രലോഭനങ്ങൾ വരുമ്പോ അങ്ങ് പ്രതികരിക്കുക, എന്തെങ്കിലുമൊക്കെ തോന്നിയത് പറയാനും ചെയ്യാനൊക്കെ തോന്നും. പക്ഷെ അതൊന്നും ചെയ്യാതെ സ്വന്തം ആ ഒരു പ്രേരണക്ക് എതിരെ പ്രവർത്തിച്ച്, അതിനാണ് മുജാഹിദ് എന്ന് പറയുന്നത്. അവൻ ജിഹാദ് ചെയ്യുന്നവർ. അതാണ് ഒന്നാമത്തെ ക്ഷമ എന്ന് പറയുന്നത്. സാബിരിങ്ങളുടെ കൂട്ടത്തിൽ പെടുന്നത് ഇത്തരക്കാരാണ്. 2, ഭൗതിക നേട്ടങ്ങളുടെ പകിട്ടിൽ മയങ്ങിപ്പോവാതെ മടുപ്പോ മുഷിപ്പോ അറിയാതെ അള്ളാഹുവിന് വേണ്ടി നിരന്തരം ആരാധനകൾ അനുഷ്ഠിക്കും. അതായത് പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ഉണ്ടാകുമ്പോൾ, രണ്ടാമത്തെ കൂട്ടർ ആരാന്ന് വെച്ചാൽ പ്രയാസവും പരീക്ഷണം ഉണ്ടാവുമ്പോ അവര് അള്ളാന്റെ അടുത്തേക്ക് അങ്ങ് പോകും, അടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നിസ്കരിച്ചും നോമ്പോറ്റും പ്രാർത്ഥിച്ചും ദിക്ർ ചൊല്ലിയും ഇരുന്ന് അവർക്ക് ഒട്ടും അതിന് മടുപ്പ് തോന്നൂല. അവർക്ക് ഭൗതിക കാര്യങ്ങൾ കാണുമ്പോൾ അതിലേക്ക് ആകർഷകരായിട്ട് അങ്ങോട്ട് പോകൂല. അവര് അള്ളാഹിനോടുള്ള അടുപ്പത്തിന് വേണ്ടി ഇവിടെ കഴിച്ചു കൂട്ടാണ്. എന്നിട്ട് അവർക്ക് അതില് ഒരു മടുപ്പും തോന്നാതെ ക്ഷമയോടുകൂടിയാണ് അവർ അള്ളാഹ്ക്കുള്ള ആരാധനകൾ അർപ്പിക്കുന്നത്. മനസ്സിലായില്ലേ? അത് സാബിര്യങ്ങളാണ്. അയാളെ ശരിക്കും പറയുന്ന ആബിദ് എന്ന് പറയുന്ന ആരാധനാ നിരതൻ എന്നാ പറയുന്നത്. ഈ മൂന്നാമത്തെ കൂട്ടർ സാബിർ എന്ന് പറയുന്ന ആപത്തുകളെയും കഷ്ടനഷ്ടങ്ങളെയും ദുഃഖങ്ങളെയും ക്ഷമയോടെ നേരിടുക. അതായത് മനസ്സിലായില്ലേ? ആപത്തുകളും കഷ്ടങ്ങളും ഒക്കെ വരുമ്പോൾ, ദുഃഖങ്ങളൊക്കെ വരുമ്പോൾ അതായത് ഇതും നിർബന്ധമായ ക്ഷമയാകുന്നു. നിർബന്ധമാണ്. ഈ ഒരു ശരിക്കും അത്തരത്തിലുള്ളവരെയാണ് ഇവിടെ സത്യവിശ്വാസികളോട് അള്ള പറയുന്നത്. ഇന്നല്ലാഹ മഅസ് സാബിരീൻ എന്ന് പറയുന്ന ആരുടെ കൂടെയാണ് അള്ള ഉണ്ടാവുക എന്ന് പറയുന്ന 3 കൂട്ടരാണ് ഞാൻ പറഞ്ഞത് ട്ടോ. ഒന്നാമത്, എത്ര പ്രലോഭനം ഉണ്ടായാലും അള്ളാഹ്ക്കെതിരെ ഒന്നും ചെയ്യാതെ അവർ പിടിച്ചു നിൽക്കും, സ്വന്തത്തോട് പൊരുതും, ജിഹാദ് ചെയ്യും, മുജാഹിദ്. രണ്ടാമത്, എത്ര ഭൗതികമായ ഇതുണ്ടെങ്കിലും അവർ അതിൽക്കൊന്നും പോവാതെ ആരാധനയിൽ ക്ഷമയോട് പിടിച്ചു നിൽക്കുന്ന നല്ല ആബിദായി മാറും. മൂന്നാമത്, ഈ ആപത്തുകൾ വരുമ്പോ എത്ര നഷ്ടങ്ങൾ ഉണ്ടെങ്കിലും ദുഃഖത്തിലുള്ള പ്രയാസങ്ങൾ വളരെ ദുഃഖിതനാവുന്ന അവസ്ഥ ഉണ്ടായാലും വളരെ ക്ഷമയോടുകൂടി ചിത്തതയോടുകൂടി പതറാതെ അതിൽ ഉറച്ചു നിൽക്കും. മനസ്സിലായില്ലേ? എത്രയായാലും അവൻ താഴോട്ട് പോവില്ല. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത തരത്തിൽ കരഞ്ഞ് അങ്ങനെ ഉണ്ടല്ലോ, ഒരു ലെവൽക്ക് അവര് ഈ നഫ്സുൽ മുത്തുമൈന്ന എന്ന് പറയുന്ന നഫ്സ് മുത്തുമൈന്നയുടെ ഒരു അവസ്ഥയാണത്. അത് വളരെ പ്രയാസമാണ് അത് കിട്ടാൻ. അതായത് ആ നഫ്സ് മുത്തുമൈന്ന എന്ന് പറയുന്നത് ഒരു ഹയസ്റ്റ് പൊസിഷനാണ് നഫ്സിന്റെ. അത് ഒരു പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അത് തളരൂല,
എന്നാൽ സന്തോഷങ്ങൾ ജീവിതത്തിൽ ഭൗതികമായ സന്തോഷങ്ങൾ വലിയ നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു അപ്പുറം അവർ സന്തോഷിക്കില്ല. ഒരു പരിധിക്കപ്പുറം അവർ ഉയർന്ന് ആളുകളുടെ പ്രശംസയിൽ അവരിങ്ങനെ സ്വയം പൊന്തി വല്ലാത്തൊരവസ്ഥയിലൊന്നും അവരാവൂല. അവർക്കറിയാം ഇത് നാളെ നശിച്ചു പോകാനുള്ളതാണ്, മരിക്കുന്നതാണ്, മരണമുണ്ട് എന്നൊക്കെ ചിന്ത അവരൊരിക്കലും ഒരു പരിധിയിലധികം സന്തോഷം തോന്നൂല. എന്നാൽ ദുഃഖം വരുമ്പോഴോ അവർ വല്ലാതെ താഴോട്ടും പോകൂല. അവർക്കറിയാം നാളെ മരണത്തോടുകൂടി എന്റെ ദുഃഖം അവസാനിക്കുന്നത്, അള്ളാഹിലേക്ക് എല്ലാവരും തിരിച്ചു ചെല്ലും, എല്ലാവരും അള്ളാഹിലേക്ക് നാളെ തിരിച്ചു ചെല്ലുന്ന ദിവസം. അപ്പൊ ദുഃഖിക്കാൻ എന്തുണ്ട്? ദുഃഖം ഈ ലോക ജീവിതത്തിൽ ഒരു നഷ്ടം എന്ന് മാത്രം. ഭൗതിക ലോകത്തിന്റെ നഷ്ടത്തെ അവർ വലിയ നഷ്ടമായിട്ട് കാണൂല, പരലോക ജീവിതത്തിലെ നഷ്ടത്തെ അവർ നഷ്ടമായിട്ട് കാണുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള ഈ നഫ്സുൽ മുത്മയിന്ന എന്നൊരു വലിയ പ്രയാസമാണ് അത്, ആ ഒരു ലെവലിലേക്ക് എത്തുക എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഷമാലുക്കളിൽ അള്ളാഹു സംപ്രീതനായിരിക്കും. പ്രതിസന്ധി ഘട്ടങ്ങളെ മനഃശാന്തിയിലൂടെ അവർക്ക് അള്ളാഹുവിന്റെ സാന്നിധ്യവും സഹായം അനുഭവപ്പെടുകയും ചെയ്യും. ഇത് പക്ഷേ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇനി ഒരു മിനിറ്റും കൂടി ഉള്ളൂ. മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് നമ്മൾ പലപ്പോഴും ഇത് ഈ ഒരു പോയിന്റ് ആണ് കേട്ടോ, ക്ഷണികമായ ജഡികേച്ചുകൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി പ്രയാസങ്ങൾ സഹിക്കുന്നതും അതിനേക്കാൾ മഹത്തരവും ശാശ്വത മൂല്യമായ സംഗതികൾ ത്യജിക്കുന്നതും അള്ളാഹുവിന്റെ സാന്നിധ്യം സഹായം വാഗ്ദാനം ചെയ്യപ്പെട്ട ഉത്കൃഷ്ടമായ സഹനത്തിനും ക്ഷമയിലും ഉൾപ്പെടുന്നില്ല. കാരണം അത് യഥാർത്ഥ ക്ഷമയോ സഹനമോ അല്ല, മറിച്ച് ഭൗതിക സുഖത്തിന് വേണ്ടിയുള്ള ആസക്തിയും ദേഹേച്ഛയുള്ള ദാസ്യവും മാത്രമാണ്. മനസ്സിലായില്ലേ? ഒരാള് ഒരുപാട് സമ്പത്ത് ഉണ്ടാക്കാൻ, ഭൗതികമായ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നു, സഹിക്കുന്നു, ക്ഷമിക്കുന്നു, ഒരുപാട് പ്രയാസമുണ്ട്, പക്ഷെ ഒക്കെ സഹിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. എന്തിന്? അവന്റെ ഭൗതിക ജീവിതം നല്ല രസമുള്ളതും നല്ല നല്ല നിറപ്പകിട്ടാർന്നതാക്കാൻ വേണ്ടിയിട്ടാണ് ആ സഹനം. പക്ഷെ ആ സഹനത്തെ അല്ല ഇവിടെ പറയുന്ന സഹനം. അവിടെ അള്ളാന്റെ സഹായം പ്രീതിയോ ഒന്നും അല്ല. അത് തെറ്റിദ്ധരിക്കേണ്ടതില്ല. ആ ക്ഷമയല്ല പറയുന്നത്. കാരണം അത് എന്തിനുള്ളതാണ്? ഭൗതിക സുഖം നേടാനും സ്വന്തം ദേഹേച്ഛണ്ടല്ലോ അതിനെ പ്രീതിപ്പെടുത്താനുള്ള ദാസൻ, സ്വന്തം ദേഹേച്ഛയുടെ അടിമയാണ് അയാൾ. സ്വന്തം ദേഹേച്ഛ എന്താ? ഭൗതിക ആസക്തിയാണ്, അതിന്റെ അടിമയാണ്. അപ്പൊ അത്തരത്തിലുള്ളതല്ല ഇവിടെ പറയുന്ന ഇന്നല്ലാഹ മാസവർ, അത്തരത്തിലുള്ളവരെ കൂടെയല്ല അള്ളാഹ്. ഞാൻ പറഞ്ഞ നേരത്തെ പ്രയാസം പ്രതിദിനം അള്ളാഹിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്നവരെയാണ്, അതും ദീനിന്റെ മാർഗത്തിലുള്ളവരുടെ ക്ഷമയാണ് പറയുന്നത്, പരലോക നേട്ടത്തിന് വേണ്ടിയുള്ള ക്ഷമ. നമുക്കിവിടെ ഈ ഒരു സമയം അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ആയത്തിന്റെ വിശദീകരണം അടുത്ത ക്ലാസ്സിൽ പറയാം. വലാ തഖൂലു ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി എന്നുള്ളതിന്റെ വിശദീകരണം കുറച്ച് പറയാനുണ്ട്. അപ്പോ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പറയാം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക